ഹലോ ഗൈസ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ഡാർക്ക് വുൾഫ് വിഎഫ്എക്സ് സ്റ്റുഡിയോ. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് അൺറിയൽ എഞ്ചിൻ 5 ഒരു ചെറിയ കാർട്ടൂൺ ആനിമേഷൻ ചെയ്ത് നോക്കുക അല്ലേ. ഒരു കാർട്ടൂൺ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാക്കി നോക്കാം എങ്ങനെ ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പോൾ അതിനുവേണ്ടി ഞാൻ പുതിയ പ്രൊജക്ട് ക്രിയേറ്റ് ചെയ്യാണ്. അപ്പോൾ നമ്മൾ എങ്ങനെ ന്യൂ പ്രൊജക്ട് ക്രിയേറ്റ് ചെയ്യുക, അതിവിടെ ലോഞ്ച് ചെയ്യുക അല്ലേ. അപ്പോൾ നിങ്ങൾ ഈ പ്രൊജക്ട് ഓപ്പൺ ആക്കുന്ന സമയത്ത് 35-45 വരെ കമ്പൈലിംഗ്, അതായത് ഷെയ്ഡേഴ്സ് കമ്പൈലിംഗ് എന്നൊക്കെ പറഞ്ഞ് വരികയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അത് സോൾവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന വെബ്സൈറ്റ് എന്ന് പറഞ്ഞ ലിങ്കിൽ കയറി കഴിഞ്ഞാൽ ഈ ഒരു പേജിലേക്ക് എത്താൻ പറ്റും. ഇവിടെ എഡിറ്റിംഗ് ഡെസ്ക് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിൽ താഴെ അൺറിയൽ എഞ്ചിൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മലയാളം എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ കയറിയാൽ ഇവിടെ വീഡിയോസ് കാണാൻ പറ്റും. അതുപോലെ നമ്മൾ ഇതുവരെ ചെയ്തിട്ടുള്ള പ്രൊജക്റ്റിൻ്റെ വീഡിയോസൊക്കെ ഇവിടെ അപ്ലോഡ് ചെയ്യും. അപ്പോൾ ഓക്കെ, നമുക്ക് വീഡിയോയിൽ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ഡാർക്ക് വുൾഫ് വിഎഫ്എക്സ് സ്റ്റുഡിയോ. ഓക്കെ, അപ്പോൾ നമ്മൾ റീസെൻ്റ്ലി പ്രൊജക്റ്റ് ഞാനൊന്ന് ചെയ്ത് നോക്കിയ റീസെൻ്റ്ലി ഇവിടെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ പുതിയ പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഒന്നെങ്കിൽ നമുക്ക് ഗെയിമിൽ ഒരു ബ്ലാങ്ക് പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഫിലിമിലാണെങ്കിലും ഒരു ബ്ലാങ്ക് പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ആർക്കിടെക്ചറൊക്കെ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ബേസിക് ഒക്കെ നമുക്ക് കിട്ടും കേട്ടോ. അതൊന്നും വേണ്ടല്ലോ, നമുക്ക് തൽക്കാലം ബ്ലാങ്ക് പ്രൊജക്റ്റ് ഇവിടെ ബ്ലാങ്ക് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് എന്തെങ്കിലും ഒരു പേര് കൊടുക്കുക. എന്താ കൊടുക്കുക, മൈ ക്യൂട്ട്, എന്തെങ്കിലും സ്പേസ് ഇടാൻ പറ്റില്ല കേട്ടോ, അതിന് അണ്ടർസ്കോർ ആണ്. മൈ പ്ലേസ് എന്തെങ്കിലും വാട്ടവർ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു പേര് കൊടുക്കുക. ഓക്കെ അല്ലേ. എന്നിട്ട് എന്ത് ചെയ്യുക, ഈ ട്രാക്കിംഗ് ഒന്ന് ഓണാക്കിയിടുക. വേണമെങ്കിൽ സ്റ്റാർട്ടർ കണ്ടന്റ് നമുക്ക് വേണ്ടല്ലോ. എന്നിട്ട് ഇവിടെ ക്രിയേറ്റ് അടിച്ച് കഴിഞ്ഞാൽ ക്രിയേറ്റ് ആവട്ടോ. അപ്പോൾ ഞാൻ ഓൾറെഡി ചെയ്ത് വെച്ച ഈ ഒരു റീസെൻ്റ്ലി ക്രിയേറ്റ് ചെയ്ത ഈ പ്രോജക്റ്റ് ഓപ്പൺ ചെയ്യാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, പുതിയ പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യുക അല്ലേ. ഓക്കെ ഓക്കെ, ഞാൻ ജസ്റ്റ് വെറുതെ ഒന്നിങ്ങനെ പെറുക്കിയിട്ട് നോക്കിയാണ് എന്തൊക്കെയാണ് ഇതിൻ്റെ സ്ഥിതി എന്നുള്ളത്. ഓക്കെ അല്ലേ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, ന്യൂ ലെവൽ ക്രിയേറ്റ് ചെയ്യുക അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി ഒരു ലെവൽ ബ്ലാങ്ക് ആയിട്ട് വന്നിട്ടുണ്ടാവും. അപ്പോൾ ന്യൂ ക്രിയേറ്റ് ചെയ്യണമല്ല, ഇനി ന്യൂ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ തന്നെ ന്യൂ അടിക്കുക, ഒരു ബേസിക് ലെവൽ ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ അല്ലേ. ഓക്കെ, ഞാനൊരു ബേസിക് ലെവൽ ക്രിയേറ്റ് ചെയ്തു. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് ലൈറ്റും കാര്യങ്ങളൊക്കെ ഓൾറെഡി സെറ്റാണ്, അതുപോലെ ഒരു പ്ലെയിനും സെറ്റാണ്. അപ്പോൾ ഞാൻ ഈ പ്ലെയിൻ ഒന്ന് ഡിലീറ്റ് ചെയ്യാണ്. സെലക്ട് ചെയ്യുക, ബാക്ക് സ്പേസ് അടിക്കുക, ഡിലീറ്റ് ആയി. ഓക്കെ അല്ലേ. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യുക, ഒരു ലാൻഡ് ക്രിയേറ്റ് ചെയ്യണം അല്ലേ. അപ്പോൾ ഈ സെലക്ഷൻ മോഡിൽ വരിക, ഇവിടെ ലാൻഡ്സ്കേപ്പ് എടുക്കുക. ഈ ലാൻഡ്സ്കേപ്പിൽ നമുക്ക് ലാൻഡ്സ്കേപ്പ് ക്രിയേറ്റ് ചെയ്യണം അല്ലേ. അങ്ങനെ എന്താ ചെയ്യുക, ലാൻഡ്സ്കേപ്പിൻ്റെ സ്പേസ് എത്ര വേണം എന്നൊക്കെ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും, എത്രത്തോളം വലിപ്പം വേണം എന്നുള്ളതൊക്കെ. നമുക്കൊരു 31 ചെറുത് ക്രിയേറ്റ് ചെയ്യാം അല്ലേ. ഓക്കെ, എന്നിട്ട് ക്രിയേറ്റ് കൊടുക്കുക. ഓക്കെ, ലാൻഡ്സ്കേപ്പ് ബ്ലാങ്ക് ആയിട്ട് ക്രിയേറ്റ് ആയി. ഇനി നമ്മൾ എന്താ ചെയ്യുക, ഇപ്പോൾ കണ്ട ഈ പാക്കേജുകളൊക്കെ നമുക്ക് എവിടെ നിന്നാണ് കിട്ടുക നോക്കാം അല്ലേ. നേരെ നമ്മുടെ എപ്പിക് ഗെയിമിൽ വരിക. എപ്പിക് ഗെയിമിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ മാർക്കറ്റ് പ്ലേസ് എന്ന് കാണാൻ പറ്റും. മാർക്കറ്റ് പ്ലേസിൽ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഇതിൽ നമുക്ക് ഇവിടെ ഫ്രീ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും. ഇവിടെ ഫ്രീ എന്നുള്ളത് പെർമനൻ്റ്ലി ഫ്രീ കളക്ഷൻ ഉണ്ടാവും, അത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് എത്ര വേണമെങ്കിലും ഫ്രീ ആയിട്ട് ഉപയോഗിക്കാം എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ അല്ലേ. നമുക്ക് ഈ ഒരു പാക്കേജാണ് ഞാൻ നേരത്തെ കാണിച്ചതിൻ്റെ അകത്തുള്ള കണ്ടന്റുകളൊക്കെ ഉള്ളത്. അപ്പോൾ ഞാൻ ഈ ഒരു പാക്കേജ് ക്ലിക്ക് ചെയ്തു. അപ്പോൾ ഇതിൽ എന്തൊക്കെയുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം അല്ലേ. ഉണ്ടോ, ഇങ്ങനത്തെ കപ്പലുകൾ, ഈ ഒരു ഐറ്റംസ് ഒക്കെ ഈ ഒരു പാക്കേജിൻ്റെ അകത്ത് ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ നമുക്കിത് വെച്ച് പല തരത്തിലുള്ള സെറ്റപ്പുകൾ ഉണ്ടാക്കാം. അപ്പം ഞാൻ ജസ്റ്റ് ഒരു പ്ലേസ് മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇത് വെച്ച് ഒരുപാട് ഇങ്ങനത്തെ ഒരു ചെറിയൊരു പ്ലേസാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഓക്കെ അല്ലേ. തെങ്ങൊക്കെ ഉള്ള നമുക്ക് ഈ ഒരു പാക്കേജ് വെച്ച് മാത്രം ആണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. വേറെ പാക്കേജുകളൊന്നും നമ്മൾ യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ ഇനി എന്ത് ചെയ്യുക, ഇത് ആഡ് ടു പ്രൊജക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഡൗൺലോഡ് ആകാൻ തുടങ്ങും. അപ്പോൾ നമ്മുടെ പ്രൊജക്റ്റ് ഇവിടെ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഷോ ഓൾ കൊടുക്കുക. അപ്പോൾ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അൺറിയൽ എഞ്ചിൻ 4 കറക്റ്റ് വർക്ക് ആവുമെന്നൊക്കെ അവർ പറയുന്നത്. ഒന്നും കാര്യമാക്കേണ്ടത്, അൺറിയൽ എഞ്ചിൻ 5 ഞാനിപ്പോൾ ചെയ്യുന്നത്. അവിടെ കൊടുക്കുക, ആഡ് ടു പ്രൊജക്റ്റ് കൊടുക്കുക. ഓക്കെ അല്ലേ. ആഡ് ടു പ്രൊജക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഈ പ്രൊജക്റ്റിലേക്ക് അത് വന്നിട്ടുണ്ടാവും. ഇനി ആ വന്ന പ്രൊജക്റ്റിനെ നമുക്ക് എങ്ങനെ കാണാൻ പറ്റുമെന്ന് വെച്ചാൽ, ഞാനിവിടെ വീണ്ടും സെലക്ഷൻ മോഡിലേക്ക് പോവുകയാണ്. ഷിഫ്റ്റ് F1 ആണ് ഷോർട്ട് കട്ട്. എന്നിട്ട് കൺട്രോൾ സ്പേസ് അടിക്കുക. അപ്പോൾ നമുക്ക് കണ്ടന്റ് ബ്രൗസർ ഓപ്പൺ ആവും. ഈ ഒരു കണ്ടന്റ് ബ്രൗസർ തന്നെയാണ് ഞാൻ ഈ പറയുന്നത് കണ്ടന്റ് ബ്രൗസർ കേട്ടോ. ഓക്കെ, ഞാനിതിനെ ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് വെക്കുകയാണ്. ഇവിടെ ഇങ്ങനെ സെപ്പറേഷനായിട്ട് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് എടുക്കാനൊക്കെ എളുപ്പമാണല്ലോ. അപ്പോൾ നമ്മളെ കണ്ടന്റുകളൊക്കെ ഇവിടെ കാണാൻ പറ്റും അല്ലേ. നമുക്കിനി ആദ്യം വേണ്ട ഒരു ലാൻഡ്സ്കേപ്പ് മെറ്റീരിയലാണ് ഇതിലിടാൻ വേണ്ടിയിട്ട് പച്ച കളർ. അപ്പോൾ നമ്മൾ പുതിയത് ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, കാര്യം ഇതിൻ്റെ അകത്ത് എല്ലാം തന്നെ വരുന്നുണ്ട്. അപ്പോൾ നമുക്കിവിടെ മെറ്റീരിയൽ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവുക. മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലുള്ള മൊത്തം മെറ്റീരിയൽസ്, ഈ കണ്ടന്റ് അകത്ത് എന്തൊക്കെ മെറ്റീരിയൽസ് ഉണ്ടോ അത് മൊത്തം ഇവിടെ അവൈലബിൾ ആവും. നമുക്ക് ഈ ഒരു മെറ്റീരിയൽ എം വേൾഡ് മാസ്റ്റർ എന്നുള്ള ഈ ഒരു മെറ്റീരിയൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലത്തെ ഒരു നിലം കിട്ടും കേട്ടോ. അത്യാവശ്യം പുല്ലൊക്കെ ഉള്ള പോലെ തോന്നുന്ന ഒരു നിലം കിട്ടും. ഇനി നമുക്ക് ഇതിന് ചുറ്റും മലകൾ ഉണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ നേരത്തെ ഇതിൽ കാണിച്ച പോലെ ചുറ്റിലും മലകൾ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ബാക്ക്ഗ്രൗണ്ടിൽ ഒന്നും ഇല്ലെങ്കിലും വിഷയമല്ല, ആ മലകൾ അങ്ങ് അടഞ്ഞു നിന്നോളൂ. അപ്പോൾ എല്ലാ ഭാഗവും നല്ല ഭംഗിയിൽ കിട്ടും അല്ലേ, ഒരു വേൾഡിൻ്റെ ഉള്ളിലായിട്ട് കിട്ടും. അപ്പോൾ ഇനി നമ്മൾ എന്താ ചെയ്യുക, നമ്മുടെ കണ്ടന്റ് ബ്രൗസറിൽ വരിക. അപ്പോൾ മെറ്റീരിയൽസ് നമുക്ക് തൽക്കാലം ഒന്ന് ഹൈഡ് ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യുക, അവിടെ സ്റ്റാറ്റിക് മെഷ് ഉണ്ടാവും, അത് ക്ലിക്ക് ചെയ്യുക. മെഷുകൾ എന്ന് പറഞ്ഞാൽ 3D മോഡലുകളാണ് കേട്ടോ, ചെറിയ. അപ്പോൾ ഇതിൽ ഒരുപാട് ഇതുപോലത്തെ പാറകളും റോക്കുകളും മലകളൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമുക്കതിൽ ഏതാണോ വേണ്ടത് മാത്രം സെലക്ട് ചെയ്യുക.
കമാൻഡ് കീ പ്രസ് ചെയ്യുക. വിൻഡോസിലാണെങ്കിൽ കൺട്രോൾ കീ പ്രസ് ചെയ്ത് നമുക്ക് വേണ്ടത് മാത്രം സെലക്ട് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, ജസ്റ്റ് ഡ്രാഗ് ചെയ്യുക, നമ്മുടെ വേൾഡിലേക്ക് ആഡ് ചെയ്യുക. ഇപ്പോൾ ഒരുപാട് വലുപ്പത്തിലേക്ക് വന്നിട്ടുണ്ടാകുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക വെച്ചാൽ ഇവിടെ വന്നിട്ട് ഈ സ്കെയിൽ കണ്ടോ, ഇപ്പം മൊത്തം സെലക്റ്റഡ് ആണ്, ഇത്ര എണ്ണം കണ്ടോ, ഇത്ര എണ്ണം സെലക്റ്റഡ് ആയതുകൊണ്ട് ഒരെണ്ണത്തിന് മാറ്റി എല്ലാത്തിലും അത് ബാധകമായിരിക്കും. അപ്പോൾ ഈ സ്കെയിലിൻ്റെ ഇവിടെ ഈ ഒരു ഐക്കൺ കണ്ടോ, ഇത് ക്ലോസ് ചെയ്യുക. ഇതിവിടെ ഓപ്പൺ ആയിട്ട് കിടക്കുകയാണെങ്കിൽ പൂട്ട് ലോക്ക് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യാം, 0.2 1 എന്തെങ്കിലും അടിക്കുക. അപ്പം മൊത്തത്തിൽ 0.2 ഒരുപാട് വലുപ്പം അല്ല, ഏകദേശം ഭാഗമാണ് അല്ലേ. ഇനി നമുക്ക് ഈ മലകളെ അറേഞ്ച് ചെയ്ത് വെക്കാം. ഇനി ഇവിടെ അല്ലേ ഇത് ഒന്നായിട്ട് സെലക്ട് ചെയ്ത് കിടക്കല്ലേ, ജസ്റ്റ് പുറത്ത് എവിടെയെങ്കിലും ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ഇതിൽ ഓരോന്നിനെ സെലക്ട് ചെയ്യുക. ഓക്കെ, എന്നിട്ട് നമുക്ക് സൈഡിലോട്ടേക്ക് ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കാം അല്ലേ. ഓക്കെ, പല ടൈപ്പിലുള്ള മലകളാണ്. അപ്പോൾ അടുപ്പിച്ചടുപ്പിച്ച് വരുന്ന പല സൈസ് ആണെങ്കിൽ നല്ല രസമുണ്ടാവും. ഒരേ മോഡൽ തന്നെ അടുത്തെടുത്ത് വന്നാൽ വലിയ ഭംഗിയുണ്ടല്ലോ. നമുക്ക് വേണമെങ്കിൽ റൊട്ടേഷനൊക്കെ ചെയ്ത് വെക്കാം കേട്ടോ. അപ്പോൾ തൽക്കാലം ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ ഒരു ഏരിയ അങ്ങോട്ട് മറയ്ക്കാൻ വേണ്ടിയിട്ട് വെറുതെ അങ്ങോട്ടേക്ക് ആഡ് ചെയ്ത് വെക്കുകയാണ്. ഓക്കെ, ഇനി കോപ്പി ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓപ്ഷൻ കീ വിൻഡോസിലാണെങ്കിൽ ആൾട്ട് കീ പ്രസ് ചെയ്യുക, എന്നിട്ട് വലിച്ച് വെച്ച് കഴിഞ്ഞാൽ കോപ്പി ആവും അല്ലേ. ഒരെണ്ണം വളരെ ചെറുതായി പോയില്ല, അതിന് വേണമെങ്കിൽ നമുക്ക് കുറച്ച് സ്കെയിൽ കൂട്ടാട്ടോ. അതിന് വേണമെങ്കിൽ 1 ഒക്കെ കൊടുക്കാം, ഇത്തിരി വലുതായിക്കോട്ടെ. കാർട്ടൂണിക് വേൾഡ് ആയതുകൊണ്ട് നമുക്ക് മലകൾക്കൊക്കെ അത്രയും സ്റ്റൈലേ ഉണ്ടാവുള്ളൂ അല്ലേ. ഈ ഭാഗം വേണമെങ്കിൽ നമുക്കിങ്ങനെ ഒഴിച്ചിടാം, ഇവിടെ നമ്മൾ കാണാനുള്ളൊരു സ്റ്റൈലിന് വേണ്ടിയിട്ട്, രസത്തിന് വേണ്ടിയിട്ട്, കാണാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട്. ഇനി വേണമെങ്കിൽ ഇവിടെയും വേണമെങ്കിൽ മലകൾ വെച്ച് അടയ്ക്കാൻ പറ്റുന്നതാണ് കേട്ടോ. അതിൻ്റെ ബാക്കിലോട്ട് കണ്ടോ, അതിൻ്റെ ബാക്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഏതെങ്കിലും ഒരു മലേനെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് ബാക്കോട്ട് വെച്ചിട്ട് തൊട്ട് ബാക്കോട്ട് വെക്കുക. ഇങ്ങനെ കറക്കി വെച്ച് നോക്കിയാൽ ഒരുപാട് ബാക്കോട്ടാണോ മനസ്സിലാകാൻ പറ്റും കേട്ടോ. ഇനി R ബട്ടൺ പ്രസ് ചെയ്തിട്ട് ഇതിനൊന്ന് സ്കെയിൽ ചെയ്യുക. ലേശം ഒന്ന് സ്കെയിൽ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരൊറ്റ എണ്ണം മതി. ബാക്കിൽ W പ്രസ് ചെയ്യുക, എന്നിട്ട് ഇവിടേക്ക് അറേഞ്ച് ചെയ്ത് വെക്കുക. അതിൻ്റെ ഹൈറ്റ് കുറവാണെങ്കിൽ എന്ത് ചെയ്യുക, ഒന്നുകൂടെ R പ്രസ് ചെയ്യുക, കുറച്ച് ഹൈറ്റ് കൂട്ടുക. ഓക്കെ, അപ്പോൾ മലയുടെ ബാക്കോട്ട് ഇനി ഒന്നും ഇല്ല കാണാൻ. ഇനി വേണമെങ്കിൽ ഇതുപോലെ ഇവിടേക്കൊക്കെ ചെയ്യാം. ഇതിനെ ഒന്ന് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാണ്. ഓക്കെ, ഇതിനൊന്ന് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് ഇവിടേക്ക് വെച്ചിട്ട് R പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ സ്കെയിൽ ചെയ്യാം കേട്ടോ. കുറച്ചൊന്ന് പൊക്കി വെക്കുകയാണ്. ഓക്കെ അല്ലേ. ഇനി ഇവിടെ ഈ ഗ്യാപ്പ് കണ്ടോ, ആ ഗ്യാപ്പ് ഒന്ന് ഫില്ല് ചെയ്യാം. സ്പേസ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതുപോലെ റൊട്ടേഷനും സ്കെയിലിങ്ങും പൊസിഷനൊക്കെ ഇങ്ങനെ മാറ്റാം കേട്ടോ. കണ്ടോ, നമുക്കൊരു സ്പേസിൻ്റെ മുകളിൽ മാത്രം കൈ വെച്ചാൽ മതി, മൊത്തത്തിൽ അറേഞ്ച് ചെയ്ത് കൊണ്ടുപോകാം. ഓക്കെ അല്ലേ. അപ്പോൾ അത്ര ഏരിയ കവർ ചെയ്തു. അപ്പോൾ ഇതൊരു ലാൻഡ് പോലെ കിട്ടിയില്ല. ഇനി ഇവിടേക്ക് ഒന്നും വേണ്ട, ഇത് തന്നെ ജസ്റ്റ് വേണമെങ്കിൽ കോപ്പി ചെയ്ത് വെച്ചാൽ മതി. പുതിയ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയിൽ ചെയ്യാൻ പറ്റും. ഇത് തന്നെ മതിയെന്നുണ്ടെങ്കിൽ ഇത് തന്നെ കോപ്പി ചെയ്ത് വെക്കുക, എന്തെങ്കിലും ചെയ്യാം. വാട്ട് എവർ യു ലൈക്ക് എന്ന് പറയില്ല, അതുപോലെയാണ് സംഭവം. ഓക്കെ, ഇനി നമുക്കൊന്ന് സൂം ചെയ്ത് നോക്കാം അല്ലേ. ഇനി നമുക്ക് ഏത് മരമാണ് വേണ്ടതെന്ന് നോക്കാം. ഒന്നെങ്കിൽ നമുക്ക് ഓരോ മരങ്ങൾ കൊണ്ടുവച്ച് അറേഞ്ച് ചെയ്തിട്ട് പോകാം അല്ലേ. നമുക്ക് ആകെ ഇതിൻ്റെ അകത്ത് ഒരൊറ്റ മരം മാത്രം അവൈലബിൾ ആയിട്ടുള്ളൂ. അപ്പോൾ ഇതിലൊരൊറ്റ മരം മാത്രം, ഒരു തെങ്ങും അതുപോലെ ഈ ഒരു മരവും മാത്രം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ. തെങ്ങ് 2 സ്റ്റൈലുണ്ട്, മരം ഒരെണ്ണം തന്നെ ഉള്ളൂ എന്ന് തോന്നുന്നു അല്ലേ. ഒരു മരം തന്നെ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഒന്നെങ്കിൽ ഈ മരത്തിന് ഇവിടുന്ന് ഡ്രാഗ് ചെയ്തിട്ട് ഇവിടേക്ക് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്തൊക്കെ വെച്ചിട്ട് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് പോവാം. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഓരോ മരങ്ങൾ ഇങ്ങനെ വെച്ച് ഈ ഒരു ഏരിയ മൊത്തം കവർ ചെയ്ത് കൊണ്ടുവരുന്ന ഒരുപാട് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിന് പകരം നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ 3ാമത്തെ ഓപ്ഷൻ ഉണ്ട്, Shift 3 ഫോളിയേജ് മോഡ് ഓപ്പൺ ചെയ്തിട്ട് ഇവിടേക്ക് നമുക്ക് വേണ്ട ഫോളിയേജിനെ ആഡ് ചെയ്യുക. ഓക്കെ, നമ്മുടെ ഈ ഒരു ട്രീനെ ആഡ് ചെയ്യുക. ഇനി ഇതും തെങ്ങും കൂടെ കലർന്ന് വരണമെങ്കിൽ തെങ്ങിനെയും കൂടെ ഇവിടേക്ക് ആഡ് ചെയ്താൽ മതി കേട്ടോ. ഈ ഒരു പ്ലസിലേക്ക് തന്നെ ആഡ് ചെയ്യണേ. ഓക്കെ, എന്നിട്ട് ഇതിനൊന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഇവിടെ ടിക്കാണോ എന്ന് നോക്കുക, ടിക്കാണ്. ഒന്നുകൂടെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഈ നീല വട്ടം വന്നു കഴിഞ്ഞാൽ താഴെ ഓപ്ഷൻസ് വരും കേട്ടോ. ക്ലിക്ക് ചെയ്താൽ തന്നെ വരും. ഓക്കെ, ഈ ഓപ്ഷൻസിൽ ഒരു ക്ലിക്കിൽ എത്ര മരം വേണമെന്നാണ്. ഇപ്പം 100 എന്നാണല്ലോ. അപ്പം ജസ്റ്റ് ഒന്ന് അടിച്ച് നോക്കിയാൽ കാണാൻ പറ്റുക, ഇത്ര എണ്ണം വരും. ഭയങ്കര വൃത്തികളായിട്ടുണ്ട് അല്ലേ. നമുക്ക് ഒരു ക്യൂബിക് യൂണിറ്റിൽ ഒരെണ്ണം മതി നേരം, ക്യൂബിക് യൂണിറ്റിൽ ഒരെണ്ണം. എന്നിട്ട് ഇവിടെ ബ്രഷിൻ്റെ ഡെൻസിറ്റി അഡ്ജസ്റ്റ് ചെയ്താൽ മതി. അപ്പം മരങ്ങൾ അതിനനുസരിച്ച് കുറേയും കൂടെയൊക്കെ ചെയ്യും കേട്ടോ. ഇവിടെ കുറച്ചുകൂടെ കൂട്ടിയിട്ട് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ട പോലെ ഒരുപാട് മരങ്ങൾ വരും കേട്ടോ. ഇങ്ങനെയാണ് മരങ്ങൾ ആഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിനി വേണമെങ്കിൽ ഒന്നുകൂടെ അറേഞ്ച് ചെയ്തിട്ട് നമുക്കൊരു ഏരിയയിൽ ഒരു ഒഴിച്ചിട്ടിട്ട് അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ മണ്ണിന് പകരം നമ്മൾ ഒരു 10 കൊടുക്കുക അല്ലേ. എന്നിട്ടൊന്ന് പെയിൻറ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ ഒരുപാട് മരങ്ങൾ കിട്ടും. അപ്പോൾ ഈ സൈഡിലോട്ടൊക്കെ ഒരുപാട് മരങ്ങൾ ഉണ്ടായിക്കോട്ടെ അല്ലേ, നിറയെ മരങ്ങൾ. പിന്നെ നമ്മുടെ കാർട്ടൂൺ നടക്കേണ്ട ഒരു ഏരിയയിലൊക്കെ നമുക്ക് കുറച്ച് അറേഞ്ച് ചെയ്ത് വെക്കാം അല്ലേ.
ഇപ്പോൾ എങ്ങനെയുണ്ട് നോക്കാം. ഒന്നുകൂടെ സൂം ചെയ്ത് നോക്കിയാൽ നമുക്ക് കറക്റ്റായിട്ട് ഇതിൻ്റെ ഓപ്ഷൻ കീ പ്രസ് ചെയ്യുക. ഓപ്ഷൻ കീ പ്രസ് ചെയ്യുക ഒന്നിങ്ങനെ ആയിക്കഴിഞ്ഞാൽ കണ്ടോ ചെറിയ മരങ്ങളൊക്കെ അതിലുണ്ട്. ചെറിയ മരങ്ങൾ, വലിയ മരങ്ങൾ. നമ്മുടെ ലോ പോളി ഗെയിമുകളിലൊക്കെ എങ്ങനെയാണ് മരങ്ങളൊക്കെ ഉണ്ടാകുന്നത് അല്ലേ? നല്ല ക്യൂട്ടായിട്ട് ചെറിയ ചെറിയ നല്ല വൃത്തിയിൽ അറേഞ്ച് ചെയ്യാൻ പറ്റുമോ? നമുക്ക് ചെറിയ ചെറിയ വേൾഡുകളൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് അതുപോലെ ഈ പാറകളൊക്കെ ഇവിടെ ക്രിയേറ്റ് ഉള്ളിലൊക്കെ ആഡ് ചെയ്ത് കൊടുത്താൽ നല്ല നല്ല ഭംഗിയിൽ ഈ മരങ്ങളൊക്കെ ഇങ്ങനെ കാണാൻ പറ്റും കേട്ടോ. ഇനി നമുക്ക് വേണമെങ്കിൽ ഈ ഒരു ഏരിയയിൽ ഇവിടെ ഒരു ചെറിയൊരു കുളം ഉണ്ടാക്കാം അല്ലേ? അതിനെന്താ ചെയ്യാം? ഫോളിയേജ് മോഡിൽ നിന്ന് വന്നിട്ട് ലാൻഡ്സ്കേപ്പ് മോഡിലേക്ക് പോവാം. ലാൻഡ്സ്കേപ്പ് മോഡിൽ ഇവിടെ ക്ലപ്റ്റ് ബ്രഷ് ആണെങ്കിൽ ക്ലപ്റ്റ് ബ്രഷിനുണ്ട് കുറച്ച് കാര്യങ്ങളുണ്ട് കേട്ടോ. നമുക്ക് ബ്രഷിൻ്റെ സൈസ് തിരികെ കൂട്ടാം. എൻ്റെ ഇവിടെയൊക്കെ ചെറിയൊരു മലകളൊക്കെ വേണമെങ്കിൽ ഇതാ ജസ്റ്റ് ഇങ്ങനെ ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ ചെറിയ മലകൾ ക്രിയേറ്റ് ആവും കണ്ടോ. ഏരിയ ഒക്കെ ഒന്ന് പൊങ്ങും അല്ലേ? അതായത് പ്ലെയിനായിട്ട് നിൽക്കാതെ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാവും. ഇനി എന്ത് ചെയ്യുക? ഷിഫ്റ്റ് പ്രസ് ചെയ്യുക. ഷിഫ്റ്റ് പ്രസ് ചെയ്ത ശേഷം ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ താഴാൻ തുടങ്ങും കണ്ടോ, താവാൻ തുടങ്ങും. ഒരു കുഴി പോലെ അവിടെ ക്രിയേറ്റ് ആവും. ഓക്കെ, ഈ കുഴി നമ്മുടെ ഇപ്പോൾ കുളമാണെന്ന് കരുതുക. ഓക്കെ അല്ലേ? ഇനി കുളത്തിൻ്റെ അകത്ത് ഒരു വാട്ടർ കണ്ടന്റ് ആഡ് ചെയ്യണം അല്ലേ? അതിനെന്താ ചെയ്യുക? നമ്മൾ ലാൻഡ്സ്കേപ്പ് മോഡിൽ നിന്ന് വീണ്ടും സെലക്ഷൻ മോഡിലേക്ക് വരിക. എന്നിട്ട് ഈ പ്ലസ് ബട്ടൺ കണ്ട അവിടെ, ഈ പ്ലസ് ബട്ടണിൽ ഒരു ഷേപ്പ് ക്രിയേറ്റ് ചെയ്യുക. ഷേപ്പിൽ ഒരു പ്ലെയിൻ ക്രിയേറ്റ് ചെയ്യുക. പ്ലെയിൻ ക്രിയേറ്റ് ചെയ്തിട്ട് അത് നമ്മൾ അറേഞ്ച് ചെയ്തിട്ട് ഈ കുഴീൻ്റെ അവിടേക്ക് വെക്കുക. ഓക്കെ, അതിൻ്റെ വലിപ്പം ഒരിത്തിരി കൂട്ടട്ടെ ഞാൻ. അപ്പോൾ ഇവിടെ നമുക്കൊരു 10 കൊടുത്ത് നോക്കണേ. ഓക്കെ, ഇവിടെ ലോക്ക് അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെയൊക്കെ 10 കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ ഒറ്റ 10 കൊടുത്തു കഴിഞ്ഞാൽ മൊത്തം ആ സ്കെയിലിങ് മാറിക്കോളൂ. അവിടെ ലോക്കാണെങ്കിൽ കേട്ടോ. 10 മതിയാവില്ല അല്ലേ? ഓക്കെ, അപ്പോൾ നമ്മൾ കുറച്ച് വലിപ്പത്തിലായാലും കുഴപ്പമൊന്നുമില്ലല്ലോ. നമുക്കൊരു 50 കൊടുക്കാം. ഓക്കെ, അവിടെ ഫിറ്റ് ആയില്ലേ? ഇനി വെള്ളം മേലോട്ടേക്ക് പൊക്കി വെക്കണേ, മേലോട്ടേക്ക് പൊക്കി വെക്കാം. പുറത്തേക്ക് ചാടി പോകാത്ത രീതിയിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം അല്ലേ? ഇനി ഇതിനൊരു വാട്ടർ കണ്ടന്റ് ആഡ് ചെയ്യണം അല്ലേ? അപ്പം എന്ത് ചെയ്യാം? ഇതിനെ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു വൈറ്റ് എലമെൻ്റ് ആയിരിക്കും ഉണ്ടാവുക. അത് മാറ്റിയിട്ട് ഇവിടെ ഒന്നുകൂടി ഫിൽട്ടർ ചെയ്യുക. എന്നിട്ട് മെറ്റീരിയൽസ് ആഡ് ചെയ്യുക. മെറ്റീരിയൽസ് ആഡ് ചെയ്യുക. ഇവിടെ 3-4 മെറ്റീരിയൽ ഉണ്ട് വാട്ടറിൻ്റെ. ഇവിടുന്ന് ഡ്രാഗ് ചെയ്തിട്ട് ഇവിടെ വെച്ചാൽ മതി കേട്ടോ. ഒരു കാർട്ടൂണിക് സ്റ്റൈല് റിവറൊക്കെ ആയിട്ട് അല്ലേ? ഒരു പോണ്ട്, റിവറല്ല പോണ്ട്. ഓക്കെ, ഇനി നമുക്ക് എന്താ വേണ്ടേ? ഇപ്പോൾ ഈ ഒരു വ്യൂവിൽ ഈ ഒരു ആംഗിൾ എന്നൊക്കെ നോക്കി കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ള ഒരു കാർട്ടൂൺ സ്റ്റൈൽ കിട്ടിയില്ലേ? ഇതിലിങ്ങനെ ചെറിയ ആനിമൽസൊക്കെ നമ്മുടെ മലയാളത്തിലാവുമ്പോൾ കാർട്ടൂണൊക്കെ കണ്ടിട്ടുണ്ടാവും. ഏകദേശം ഇതുപോലെയൊക്കെയാണ് അവർ ചെയ്യുന്നത്. അവർക്ക് ഇത്ര ഇളക്കവും ഒന്നുമില്ല. ഒക്കെ പ്ലെയിൻ ആയിട്ടാണ് മരങ്ങളൊക്കെ നിൽക്കുന്നത്. ഇതിൽ നമ്മൾ മരങ്ങളൊക്കെ അത്യാവശ്യം ഇളക്കുന്നൊക്കെ ഉണ്ട് അല്ലേ? ഈ മരമൊക്കെ നമുക്ക് വെള്ളത്തിൽ നിന്ന് ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാന്ന് വെച്ചാൽ സെലക്ഷൻ മോഡിൽ നിന്ന് ഫോളിയേജ് മോഡിലേക്ക് തന്നെ വരിക. ഇവിടെ നമുക്ക് ഇറേസ് ബട്ടൺ ഉണ്ടാവും. ഇറേസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ബ്രഷിൻ്റെ സൈസ് ഇത്തിരി കുറയ്ക്കുക കേട്ടോ. ഒരുപാട് സൈസിലാണെങ്കിൽ നമുക്ക് ആ ഏരിയ മൊത്തം പോയി. ഇവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ മരം പോയിട്ടോ വെള്ളത്തിൻ്റെ അകത്തുനിന്ന്. ഇവിടെ വേണമെങ്കിൽ ഇവിടെയും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എനിക്കതൊരു രസമായിട്ട് തോന്നുന്നുണ്ട് കേട്ടോ. കാർട്ടൂൺ അല്ലേ, വെള്ളത്തിലും മരം ഉണ്ടാവാമല്ലോ. ഓക്കെ, ഇനി ഈ ഫോളിയേജ് മാറ്റുക. വീണ്ടും സെലക്ഷൻ മോഡിൽ തന്നെ വരിക. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മെഷുകൾ ആഡ് ചെയ്യണം അല്ലേ? പാറകളൊക്കെ ഒന്നായിട്ട് പെയിൻറ്റ് ചെയ്ത് ആഡ് ചെയ്യണോ, ഇനി സെപ്പറേറ്റ് ഓരോന്നോരോന്ന് വെക്കണം എന്നുള്ളത് നമ്മളെ ഇഷ്ടം. വീണ്ടും ഈ കണ്ടന്റ് ബ്രൗസറിൽ വരിക. നമുക്കിവിടെ കുറേ പാറകളൊക്കെ, റോക്കുകൾ, സംഭവങ്ങളൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ അതിൽ ഞാൻ ഈ ഒരു പാറ എടുക്കുകയാണ്. ജസ്റ്റ് ഇവിടേക്ക് ഡ്രാഗ് ചെയ്ത് ഇവിടേക്ക് ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, ഇവിടേക്ക് വെറുതെ വെച്ച് വിടാൻ മതി. കണ്ടോ, ഒരു ഭംഗിയിൽ അവിടെ ആഡ് ആയില്ലേ? ഇനി നമുക്ക് വേറെ റോക്കിനെ ആഡ് ചെയ്യാമെന്ന് വെച്ചാൽ ഈ റോക്കിനെ വേണമെന്ന് വെച്ചാൽ അതിനെ ഇതുപോലെ തന്നെ ജസ്റ്റ് ഡ്രാഗ് ചെയ്യുക. ഇവിടേക്ക് ഡ്രോപ്പ് ചെയ്ത് കൊടുക്കുക. കണ്ടോ, വലിയൊരു പാറയായിട്ട് സെറ്റപ്പായിട്ട് ഇങ്ങ് വന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് ഇതിൻ്റെ വലിപ്പം അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ ഒരു 0.25 കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് ചെറുതാവും. ഒരുപാട് ചെറുതായി പോയോ? 0.5 കൊടുക്കുക അല്ലേ? അങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കുക. എന്നിട്ട് ഈ കുളത്തിൻ്റെ ചുറ്റിലും നമുക്ക് വേണമെങ്കിൽ ഇതിനെ തന്നെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യണം. ഇതിനെ തന്നെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഇനി ഒരുപാട് കുറച്ചെണ്ണം കൂടെ ഉണ്ടല്ലേ ഇതിൽ? ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ഇതൊക്കെ വേറെ ഏതൊരു വേൾഡിൻ്റെ ഐക്കണാണ് കേട്ടോ. ഇതുപോലെ ഉണ്ടാവാറല്ലേ ചില ഗെയിമിലൊക്കെ ഇങ്ങനെ വായിൽ നിൽക്കുന്ന പാറയൊക്കെ. അങ്ങനെ വേണമെങ്കിൽ എങ്ങനെ ചെയ്യാം? നമുക്ക് ഇതിനകത്ത് താഴ്ത്തി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പറ്റിയൊരു സെറ്റപ്പ് കിട്ടും. ഒരു സ്റ്റൈലൊക്കെ ഉണ്ടല്ലേ? ഇനി ഇതിനെ വേണമെങ്കിൽ ഒന്നുകൂടെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുക. ഒരു മുഴയായിട്ട് നിൽക്കല്ലേ, അവിടേക്ക് വെച്ച് കൊടുക്കുക. ഇനി നമുക്കിത് എന്തൊക്കെ ആഡ് ചെയ്യാം? നമ്മുടെ ഈ ഒരു പാക്കേജിൻ്റെ അകത്ത് ഇനി എന്തൊക്കെയാണ് ഉള്ളത് നോക്കുക. അതിലേക്ക് ആഡ് ചെയ്യാൻ പറ്റിയ
തെങ്ങുണ്ട്. തെങ്ങ് വേണമെങ്കിൽ ഒരുപാട് എണ്ണം വേണമെങ്കിൽ ആഡ് ചെയ്യുക. ഒരെണ്ണം മതിയെങ്കിൽ 1-2 എണ്ണം നമ്മുടെ ഈ ഏരിയയിലേക്ക് ആഡ് ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് ഇതിൽ കുറച്ച് പുല്ലുകളൊക്കെ ആഡ് ചെയ്യാം അല്ലേ. ഞാൻ ഈ ഒരു പുല്ലിനെ ജസ്റ്റ് ഇതിലേക്ക് ഡ്രാഗ് ചെയ്ത് ഫോളിയേജിലേക്ക് ഇടാൻ പോവാണ്. ബാക്കിയൊക്കെ അൺസെലക്ട് ചെയ്യും. ഞാൻ നേരത്തെ ചെയ്ത പ്രൊജക്റ്റ് പെട്ടെന്ന് കറണ്ട് പോയി. ഞാൻ ഇൻവെർട്ടർ ഓൺ ആക്കിയിടാൻ മറന്നു പോയി കേട്ടോ. മൊത്തം പ്രൊജക്റ്റ് പോയി പോകുമ്പോൾ ഞാൻ പെട്ടെന്ന് തട്ടിക്കൂട്ടി അതേ മോഡൽ തന്നെ ചെയ്താണ്. കുഴപ്പമില്ലല്ലോ, നിങ്ങൾ അത് തന്നെ ഒന്ന് മറ്റേ തന്നെ അതിൽ തന്നെ ബാക്കി ചെയ്താൽ മതി കേട്ടോ. അപ്പം ഞാനിതിൽ ഈ ഒരു പുല്ലിനെ സെലക്ട് ചെയ്യുകയാണ്. ഇതിൽ 1 ക്യൂബിക് ഏരിയയിൽ നമുക്ക് യൂണിറ്റിൽ അത്രയും 100 എണ്ണമൊക്കെ വെച്ച് ചിലപ്പോൾ സിസ്റ്റം ഹാങ് ആവാൻ ചാൻസ് ഉണ്ട്. ഒരു 10 എണ്ണം വെച്ചിട്ട് ആഡ് ചെയ്യണേ. എന്നിട്ട് നോക്കട്ടെ, ആദ്യം നമുക്ക് ചെറിയ രീതിയിലൊന്ന് ബ്രഷ് ചെയ്ത് നോക്കിയിട്ട് വേണമെങ്കിൽ കൂടുതൽ ചെയ്യാം. ഓക്കെ, ഇവിടെയൊക്കെ ഒന്ന് പുല്ലുകളൊക്കെ വേണമെങ്കിൽ ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുക. വലിയ കുഴപ്പമില്ല അല്ലേ. അപ്പോൾ ഒരു കുറച്ചുകൂടെ ഒക്കെ കയറ്റിയിടുക. കാർട്ടൂണിക് സ്റ്റൈൽ കിട്ടും അല്ലേ. പുല്ലുകളൊക്കെ എങ്ങനെയാണ് കാർട്ടൂണിലൊക്കെ ഉണ്ടാകുന്നത്. വേണമെങ്കിൽ ഒരു 10 എന്നുള്ളത് കുറച്ചുകൂടെ കൂട്ടിയിട്ട് ഒരു 50 ഒക്കെ ആക്കല്ലേ, വേണമെങ്കിൽ നോക്കാം. ഓക്കെ, ഇനി നമുക്ക് ഇതിൽ ഒരുപാട് ചെടികൾ വേറെ ഉണ്ട്. കുറച്ചൊക്കെ ഇവിടെയൊക്കെ ഒരുപാടില്ല, കുറച്ചെണ്ണമൊക്കെ പൂവുകളൊക്കെ ഉണ്ട്. വേണമെങ്കിൽ പൂവിനൊക്കെ ഒന്ന് ആഡ് ചെയ്ത് നോക്കാം അല്ലേ, എന്താ സ്ഥിതിന്ന്. അതുകൊണ്ട് പൂവിനൊക്കെ നമുക്ക് ഇവിടെ ഈ പുഴയുടെ കരയിലായിട്ട് ഈ കുളത്തിൻ്റെ കരയിലായിട്ട് ഒന്ന് പ്ലേസ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇനി നമുക്ക് സൂം ചെയ്ത് നോക്കാം അല്ലേ. വീണ്ടും ഫോളിയേജ് മോഡിലേക്ക് പോവാണ്, അല്ല സെലക്ഷൻ മോഡിലേക്ക് പോവുക. ഫോളിയേജ് മോഡിൽ നിന്ന് സെലക്ഷൻ മോഡിലേക്ക് പോവുക. അപ്പോൾ നമ്മളെല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ നിങ്ങൾക്ക് എത്രത്തോളം മാക്സിമം സ്റ്റൈലായിട്ട് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം സ്റ്റൈലായിട്ട് ചെയ്യാം കേട്ടോ. ഞാനിത് തട്ടിക്കൂട്ടായതുകൊണ്ട് പിന്നെ ട്യൂട്ടോറിയലാണല്ലോ, അപ്പോൾ അത്രയൊക്കെയല്ലേ നമുക്ക് ടൈം എടുത്ത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ ടൈം എടുത്ത് നല്ല ഭംഗിയുള്ള ഏരിയകളൊക്കെ ക്രിയേറ്റ് ചെയ്യുക, ലെവലുകളൊക്കെ ക്രിയേറ്റ് ചെയ്ത് ഗെയിംസൊക്കെ ആവശ്യമുള്ളവർക്ക് വിൽക്കാനൊക്കെ പറ്റുമെങ്കിൽ വിൽക്കാൻ നോക്കുക. ഗെയിം ഡെവലപ്പേഴ്സിനൊക്കെ കണ്ടിട്ട് നമ്മൾ നല്ല കാര്യങ്ങൾ നമ്മൾ ചെയ്ത ഈ ഏരിയ കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് അവർക്ക് സെല് ചെയ്യാൻ പറ്റും. അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ അത് വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്നത്. പിന്നെ നിങ്ങൾക്ക് തന്നെ ഈ ഒരു ഏരിയയിലൊരു ഗെയിം ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഗെയിം ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ അല്ലേ. വലിയൊരു കുഴപ്പമില്ലാത്ത ഒരു കാർട്ടൂണിങ്, വലിയ കുഴപ്പമില്ലാന്നേ പറയാൻ പറ്റും. എത്ര സ്റ്റൈലൊന്നും ആയില്ല. ഈ മരങ്ങൾ ഇങ്ങനെ ആയിപ്പോള്ള കാരണം എന്താ പറയുക, ഇപ്പം ഞാൻ ആദ്യം മരം ക്രിയേറ്റ് ചെയ്ത് പിന്നെ ആയിപ്പോയി ഇതിൻ്റെ എന്താ പറയുക ക്ലപ്റ്റ് ടൂൾ വെച്ചിട്ട് മലകളൊക്കെ ഉണ്ടാക്കിയത്. അപ്പോൾ ആദ്യം ഈ എന്താ പറയുക ലാൻഡ്സ്കേപ്പിൻ്റെ ആ മോഡിൽ വന്നിട്ട് മലകളൊക്കെ ഉണ്ടാക്കിയ ശേഷം മരത്തിന് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനത്തെ അത്ര പ്രശ്നങ്ങൾ ഉണ്ടാവില്ല കേട്ടോ. ഓക്കെ അല്ലേ. നമുക്ക് നിഴലുകൾ കിട്ടുന്നുണ്ട്, ഫോളിയേജുകൾ കാറ്റത്ത് ആടുന്നുണ്ട് അല്ലേ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഇഷ്ടപ്പെട്ടില്ല അതിൻ്റെ കാരണം കമൻറ്റ് ചെയ്യുക, ഇഷ്ടപ്പെട്ടാലും അത് കമൻറ്റ് ചെയ്യാൻ നോക്കുക. അപ്പോൾ ഓക്കെ, അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.